നമുക്കൊരു ഉഗ്രൻ സ്വാദുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനായി നല്ല ഇനം ഇഞ്ചി തന്നെ നോക്കി വാങ്ങി ക്ലീൻ ചെയ്യുക. മണ്ണും അഴുക്കും എല്ലാം കളഞ്ഞ് വളരെ വൃത്തിയാക്കി റെഡിയാക്കുക. വളരെ ചെറുതായി അരിയാം. ഈ വലിപ്പം മതി. ഇതുപോലെ റെഡിയാക്കാം. 4 കഷ്ണം അരിഞ്ഞേ ഉള്ളൂ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ മുൻപ് അരിഞ്ഞു വെച്ച ഇഞ്ചി മൊത്തമായി അതിലേക്കിടുക. കരിയാതെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയത് ഈ പരുവമാവും. കണ്ടില്ലേ? ഇതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് മിക്സിയിലേക്ക് മാറ്റാം, ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1 സെക്കൻഡ് നേരെ ഒന്ന് പൊടിച്ചാൽ മതി. കണ്ടില്ലേ? റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ച് നേരത്തെ എടുത്ത ചീനച്ചട്ടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ എണ്ണ ഒഴിച്ച് കടുകും മുറിച്ച വറ്റൽമുളകും കൂടെ ഇടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വാളൻപുളി കലക്കിയ വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിക്കുക. കൂടുതലായ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പാകത്തിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാമല്ലോ. മിക്സിയിൽ അരച്ച അരപ്പും കൂടി ഇതിലേക്ക് പൂർണ്ണമായി ഇടുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 20 ഗ്രാം ശർക്കര ഇടുക. കുറച്ച് ഉപ്പും ചേർക്കാം. കുറച്ച് അച്ചാറ് പൊടിയും, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ശരിക്ക് പിടിക്കാനായി നല്ല തീയിൽ വെട്ടി തിളയ്ക്കുന്ന പോലെ തീ കൂട്ടി വയ്ക്കുക. നന്നായി തിളയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ് കൂടിയായി. ഇഞ്ചി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മണം കണ്ടില്ലേ? ആവി മണം, അതിൻ്റെ അച്ചാറിൻ്റെ മണം, ഇഞ്ചിയുടെ മണം, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മുടെ മൂക്കിലേക്ക് തുളച്ച് കയറുന്ന പോലെയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അല്പം ഒന്ന് വാങ്ങി വയ്ക്കുമ്പോഴിത് നന്നായിട്ട് ഉറച്ചിരിക്കും. വേണ്ട മധുരം അതൊക്കെ നമുക്ക് സ്വാദ് നോക്കാവുന്നതാണ്. വേണ്ട മധുരമുണ്ടോ, എരിവുണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഗംഭീര ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.